ആദ്യമായി തന്നെ അമ്മയുടെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 2023 നവംബറിൽ ആദ്യമായി ഉടമ്പടി എടുത്തു. എൻ്റെ പേര് സിസ്റ്റർ സിനി. ഞാൻ വെണ്ണലയിലാണ് എൻ്റെ കോൺവെൻറ്റ്. ഇതെൻ്റെ ആങ്ങളയാണ്. എൻ്റെ ആങ്ങളയ്ക്ക് കഴിഞ്ഞ ഡിസംബറിൽ അവൻ്റെ കൈ ഒന്ന് ചതഞ്ഞ് ഇൻഫെക്ഷനായി. അപ്പോൾ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ പച്ചമരുന്ന് വെച്ച് കെട്ടി. അതവന് പിടിച്ചില്ല. എന്നിട്ട് ആ കൈ മുഴുവൻ നീര് വെച്ചു. വലത് കൈ ആയിരുന്നു. മൊത്തം ഇൻഫെക്ഷനായി, പഴുപ്പ് കയറി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ആൻറ്റിബയോട്ടിക് തുടങ്ങി, പഴുപ്പാണെന്നും പറഞ്ഞ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴുപ്പ് ഒട്ടും കുറയുന്നില്ല. പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ പഴുപ്പ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അടുത്തുള്ള മറ്റു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, കൈ മുഴുവൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എമർജൻസി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസി സർജറി. അപ്പോൾ ഡോക്ടേഴ്സിന് ആർക്കും മനസ്സിലാവുന്നില്ല ഇത്രയും പഴുപ്പ് എവിടുന്ന് ഈ കയ്യിൽ നിന്ന് ഒഴുകുന്നതെന്ന്. അതിൻ്റെ കാരണം ആർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു 2 സർജറി ചെയ്യണം. ഒന്ന് പഴുപ്പ് നിൽക്കാനായിട്ടും രണ്ടാമത് ഈ പഴുപ്പിൻ്റെ സോഴ്സ് എവിടുന്ന് നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി 2 സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ഒരു സർജറിയോടുകൂടി ഇതിൻ്റെ റീസൺ കണ്ടെത്തി ഇത് കുറച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ആ ചതഞ്ഞ ഭാഗത്തെ ദശ മുഴുവൻ ഡെത്തായിപ്പോയി. അപ്പോൾ അതാണ് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അവൻ്റെ ബോൺ കാണാമായിരുന്നു, എല്ല് കാണാമായിരുന്നു അവിടുത്തെ. അതുകൊണ്ട് തുടയിൽ നിന്ന് വേറെ സ്കിന്നെടുത്ത് അവിടെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യണം, അല്ലാതെ അത് ഹീലാവത്തില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ഞങ്ങൾ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്നും കൂടാതെ കൊണ്ട് ഓപ്പറേഷൻ്റെ ആ സമയത്ത് ഹീലായി കിട്ടണം, അത് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഇവനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ്റെ ഡ്രസ്സിങ് അഴിച്ചു നോക്കിയപ്പോഴേക്കും വലിയൊരു മിറാക്കിളാണ് സംഭവിച്ചത്. സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്നും കൂടാതെ കൊണ്ട് പുതിയ മാംസം വന്ന് അവിടെ തന്നെ മൂടിയിരുന്നു. അതിനമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ആദ്യമായി തന്നെ അമ്മയുടെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 2023 നവംബറിൽ ആദ്യമായി ഉടമ്പടി എടുത്തു. എൻ്റെ പേര് സിസ്റ്റർ സിനി. ഞാൻ വെണ്ണലയിലാണ് എൻ്റെ കോൺവെൻറ്റ്. ഇതെൻ്റെ ആങ്ങളയാണ്. എൻ്റെ ആങ്ങളയ്ക്ക് കഴിഞ്ഞ ഡിസംബറിൽ അവൻ്റെ കൈ ഒന്ന് ചതഞ്ഞ് ഇൻഫെക്ഷനായി. അപ്പോൾ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ പച്ചമരുന്ന് വെച്ച് കെട്ടി. അതവന് പിടിച്ചില്ല. എന്നിട്ട് ആ കൈ മുഴുവൻ നീര് വെച്ചു. വലത് കൈ ആയിരുന്നു. മൊത്തം ഇൻഫെക്ഷനായി, പഴുപ്പ് കയറി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ആൻറ്റിബയോട്ടിക് തുടങ്ങി, പഴുപ്പാണെന്നും പറഞ്ഞ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴുപ്പ് ഒട്ടും കുറയുന്നില്ല. പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ പഴുപ്പ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അടുത്തുള്ള മറ്റു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, കൈ മുഴുവൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എമർജൻസി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസി സർജറി. അപ്പോൾ ഡോക്ടേഴ്സിന് ആർക്കും മനസ്സിലാവുന്നില്ല ഇത്രയും പഴുപ്പ് എവിടുന്ന് ഈ കയ്യിൽ നിന്ന് ഒഴുകുന്നതെന്ന്. അതിൻ്റെ കാരണം ആർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു 2 സർജറി ചെയ്യണം. ഒന്ന് പഴുപ്പ് നിൽക്കാനായിട്ടും രണ്ടാമത് ഈ പഴുപ്പിൻ്റെ സോഴ്സ് എവിടുന്ന് നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി 2 സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ഒരു സർജറിയോടുകൂടി ഇതിൻ്റെ റീസൺ കണ്ടെത്തി ഇത് കുറച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ആ ചതഞ്ഞ ഭാഗത്തെ ദശ മുഴുവൻ ഡെത്തായിപ്പോയി. അപ്പോൾ അതാണ് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അവൻ്റെ ബോൺ കാണാമായിരുന്നു, എല്ല് കാണാമായിരുന്നു അവിടുത്തെ. അതുകൊണ്ട് തുടയിൽ നിന്ന് വേറെ സ്കിന്നെടുത്ത് അവിടെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യണം, അല്ലാതെ അത് ഹീലാവത്തില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ഞങ്ങൾ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്നും കൂടാതെ കൊണ്ട് ഓപ്പറേഷൻ്റെ ആ സമയത്ത് ഹീലായി കിട്ടണം, അത് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഇവനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ്റെ ഡ്രസ്സിങ് അഴിച്ചു നോക്കിയപ്പോഴേക്കും വലിയൊരു മിറാക്കിളാണ് സംഭവിച്ചത്. സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്നും കൂടാതെ കൊണ്ട് പുതിയ മാംസം വന്ന് അവിടെ തന്നെ മൂടിയിരുന്നു. അതിനമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഈ സമയത്ത് ഇവൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ ചെയ്തത്, ഇവിടെ വന്നപ്പോൾ ഇവർ അച്ഛനും സിസ്റ്ററൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു.
നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഏത് ഭാഗത്താണ് അസുഖമുള്ളത് അത് നമ്മുടെ ഭാഗത്ത് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അപ്പം ഞാൻ എൻ്റെ വലത് കയ്യിൽ വെഞ്ചരിച്ച് തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ വലത് കയ്യിൽ ഞാൻ വെഞ്ചരിച്ച് തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഇവന് വേണ്ടി. അതുപോലെ മാതാവിൻ്റെ കാശുരൂപം ഇവൻ്റെ കഴുത്തിലിട്ടിരുന്നു. പിന്നെ ഇവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ ഉപ്പ് ഭക്ഷണത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഇതിലൂടെയൊക്കെ മാതാവിൻ്റെ വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിന് അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ബസ്സിലൊക്കെ, ഞാനൊരു നേഴ്സാണ്. അപ്പം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പം എവിടെയെങ്കിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും സഹായമൊക്കെ ചോദിക്കും. എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ ഉടമ്പടി പത്രം കൊടുത്തിരുന്നു. ആദ്യം ഞാൻ കൊടുത്തിരുന്നു എങ്ങനെയും തീർക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ചേച്ചിമാർക്കും കൊടുക്കുകയോ ചെയ്തിരുന്നത്. പക്ഷേ എനിക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. പിന്നീട് എൻ്റെ കൂടെയുള്ള സിസ്റ്റർ ഉടമ്പടി എടുത്ത് പത്രം കിട്ടിയപ്പോൾ ഞാനും ആ സിസ്റ്ററിൻ്റെ കൂടെ വീടുകളിൽ കൂടെ പോയി. അധികവും ഹൈന്ദവ കുടുംബങ്ങളിൽ കൂടിയാണ് പോയത്. അവിടെ പോയി അവർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ആ സിസ്റ്ററിൻ്റെ കൂടെ പത്രം കൊടുക്കാനായിട്ട് സിസ്റ്ററിനെ ഞാൻ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതുപോലെ കാണുന്നവരോടൊക്കെ കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും അവർക്കൊക്കെ മാതാവിന് പകർന്നു കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറയാം, ഞാൻ വരാമെന്ന്. ഇവൻ വയനാട്ടിലാണ് ഞങ്ങളുടെ വീട്. അപ്പം ഞാൻ വരാം, നന്ദി പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, പോണേക്കാൾ മുമ്പ് നീ ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങണം. നമ്മൾ ചുമ്മാ ഇങ്ങനെ പിക്നിക്ക് പോണ പോലെ പോകരുത്, മാതാവിന് നന്ദി പറയാനായിട്ട് പോണേ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അത് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ കുമ്പസാരിച്ച് പോകാനായിട്ടെന്ന്. എങ്കിലും ഞാൻ പറഞ്ഞു, സാരമില്ല, നീ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറഞ്ഞു. അപ്പോൾ എന്നാലും എൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു, ഇവൻ കുമ്പസാരിക്കാതെ വന്ന എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. ഞാൻ അവനോട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഇനി നീ വഴി വേണം അവൻ കുമ്പസാരിച്ച് വരാനെന്ന്. അപ്പോൾ അതുപോലെ നോക്കിയപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ കുമ്പസാരിച്ച് ഒരുങ്ങി വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊത്തിരി സന്തോഷം തോന്നി. അമ്മയ്ക്ക് 1000 നന്ദി. അതുപോലെ തന്നെ ഓപ്പറേഷൻ്റെ തലേദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, മാതാവെ നാണം കെടുത്തിരുന്നു. ഞാൻ അവനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, അമ്മ നിന്നെ സുഖപ്പെടുത്തും, നിനക്കൊരു സർജറിയോടുകൂടി നിനക്ക് സുഖം പ്രാപിക്കും, വേറെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്നും വേണ്ടി വരികയല്ല, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞാൽ നോക്കട്ടെ, നാളത്തെ ഓപ്പറേഷൻ ദിവസം നാളെയല്ല, നമുക്ക് നോക്കാം എന്നൊരു ഇതാ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ നാണം കെടുത്തിയത്, ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, എന്നെ നാണം കെടുത്തിയത് നിനക്ക് തന്നെ നാണക്കേട്, അത് കാരണം സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാനൊരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യമാണ്. നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്നൊരു വചനം കിട്ടി. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ദൈവമേ ഇത് തന്നെ സാധ്യമാവണേ എന്ന് പ്രാർത്ഥിച്ചു. നാണം കെടുത്തരുത് എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം സർജറിയുടെ സമയത്ത് ചേച്ചിയുടെ മോനുണ്ടായി ഇവൻ്റെ കൂടെ. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, അങ്കിളുടെ കൈ ഓപ്പൺ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, സ്കിൻ വന്ന് മൂടിയിട്ടുണ്ട്, വേറെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് വേണ്ടെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ ആ സന്ദേശം കേട്ടപ്പോഴത്തേക്ക് ചിരിക്കണോ കരയണോ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായില്ല. അതുപോലുള്ളൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് എന്ത് ചോദിച്ചാലും സാധിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായി.